നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഏഴാറ്റുമുഖത്തേക്ക് ഒരു യാത്രയിലാണ്. അപ്പോൾ പോകുന്ന വഴി അങ്കമാലി മള്ളുശ്ശേരിയിൽ ഇലയിൽ ബിരിയാണി കിട്ടുന്നൊരു സൂപ്പർ സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ഇന്ന് ഇലയിൽ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടും നമുക്ക് ഇലയിൽ ബിരിയാണി കിട്ടിയിട്ടില്ല. കാരണം 12:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1:15-1:30 ഈ ഇലയിൽ ബിരിയാണി തീരും. അപ്പോൾ ഇവിടെ ഡൈനിങ് കുറവാണ്, പാഴ്സലാണ് കൂടുതൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ബിരിയാണി കഴിച്ചിട്ട് വേണം ഇവിടെ നിന്ന് നമുക്ക് ഏഴാറ്റുമുഖത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്കാണ്. ഇവിടെ ആൾക്കാർ ക്യൂ നിന്നൊക്കെയാണ് ബിരിയാണി വാങ്ങുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. അപ്പോൾ പാഴ്സൽ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ബിരിയാണിയൊക്കെ തന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ബിരിയാണി എന്നുള്ളത്. നല്ല ചൂടൻ ബിരിയാണി ഇങ്ങനെ നമുക്ക് ഇലയിൽ പൊതിഞ്ഞ് അച്ചാറും കച്ചമ്പറൊക്കെ ഇട്ട് തരും. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു അടിപൊളി ബിരിയാണിയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിത് കഴിച്ച് നോക്കാം, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് നോക്കാം. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ക്യൂ നിന്ന് അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇലയിൽ ബിരിയാണി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കിടു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ 4 പേർക്കും കൂടി 2 ബിരിയാണിയാണ് വാങ്ങിയത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 4-5 ചിക്കൻ പീസും ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തെ ഒരു ചിക്കൻ ബിരിയാണി. അതുപോലെ തന്നെ മൈൽഡ് ഗ്രേവി എന്തായാലും വർത്താണ്. അപ്പോൾ ഇതിലെ പോകുന്നവരൊക്കെ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിള്ളേരൊക്കെ കഴിക്കുന്നുണ്ട്. വലിയ എരിവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റി. അപ്പോൾ ഇതിലെ പോകുന്നവർ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അടിപൊളി സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ബിരിയാണി? ചിക്കൻ ബിരിയാണി മാത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത്. എങ്കിലും നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ടായിരുന്നു. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തിരക്കാണ്. കണ്ടില്ല, പുറകിലൊക്കെ ക്യൂ നിന്ന ആൾക്കാർ ഇപ്പോഴും ബിരിയാണി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1:30 നമ്മൾക്കും എല്ലാം കഴിയും. അപ്പോൾ നേരത്തെ വന്നാൽ മാത്രമേ നമുക്ക് ഈ ബിരിയാണിയൊക്കെ ഒന്ന് രുചിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കിട്ടില്ല സംഭവം തന്നെയാണ്, വന്നത് നഷ്ടമായില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ച ശേഷം നേരെ ഇനി ഏഴാറ്റുമുഖത്തേക്കുള്ള യാത്രയിലാണ്. ബൈക്കിനാണ് ഞങ്ങളെല്ലാവരും കൂടി ഏഴാറ്റുമുഖത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ബിരിയാണിയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇലയിലും ബിരിയാണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ കുറേ പേർക്ക് ബിരിയാണിയൊക്കെ കിട്ടാതെ പോകുന്നതും കണ്ട്. അപ്പോൾ എന്തായാലും നേരത്തെ വന്നാൽ നമുക്ക് ഈ ബിരിയാണിയൊക്കെ ഒന്ന് രുചിച്ചിട്ട് പോകാൻ കഴിയും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിഞ്ഞ ഉടനെ ബിരിയാണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മള്ളുശ്ശേരി ബിരിയാണിയുടെ വിശേഷങ്ങൾ. അപ്പം നമ്മളിനി ഏഴാറ്റുമുഖത്തേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ഈ ഇലയിൽ ബിരിയാണിയുടെ സ്പോട്ട് വരുന്നത് അങ്കമാലി മാള റൂട്ടിലുള്ള മള്ളുശ്ശേരിയിലാണ്. അപ്പോൾ ഇതിലെ പോകുന്നവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അവിടെ യാത്ര തുടരുകയാണ് അങ്കമാലി വഴി ഏഴാറ്റുമുഖത്തേക്ക്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. 4 പേരും കൂടി ബൈക്കിൽ, അടിപൊളി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം.